പഹൽഗാമിൽ 27 ഇന്ത്യക്കാരെ കൊലപ്പെടുത്തിയത് പട്ടാപ്പകലാണ്. അവിടെ പട്ടാപ്പകൽ വന്നിട്ട് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികളെന്ന് സംശയിക്കുന്ന ആളുകൾ കൊലപ്പെടുത്തുകയാണ്. പക്ഷേ നമ്മൾ ഏതാണ്ട് കുറേ ദിവസം കാത്തിരുന്നതിന് ശേഷം തിരിച്ചടി നൽകുന്നു. ഈ തിരിച്ചടി നൽകിയതാണ് ഓപ്പറേഷൻ സിന്ദൂർ. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് പുലർച്ചെ 1 മണിക്കും 2 മണിക്കും ഒക്കെ ഇടയിലാണ്. എന്തിനാണ് ആ പുലർച്ചെ ആ സമയം തിരഞ്ഞെടുത്തത്? നമുക്കെല്ലാം ഉള്ള ഒരു സംശയമായിരുന്നു. സാധാരണ ഇതിൽ അവർ പകൽവട്ടത്തിൽ ചെയ്തെങ്കിൽ നമുക്കും അതുപോലെ ചെയ്യാമായിരുന്നില്ലേ? പക്ഷേ ഇന്ത്യൻ സംയുക്ത സൈനിക മേധാവിയായ അനിൽ ചൗഹാൻ ഇത് ആദ്യമായിട്ട് തുറന്നു പറയുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഈ സമയം തിരഞ്ഞെടുത്തത്? അതായത് പുലർച്ചെ 1 മണിക്കും 2 മണിക്കും ഇടയിൽ ആക്രമണം നടത്തിയാൽ സിവിലിയൻസിൻ്റെ ഡെത്ത് കുറയ്ക്കാൻ പറ്റും. അതായത് സിവിലിയൻസിന് യാതൊരുവിധ നാശനഷ്ടം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പാകിസ്ഥാനിലെ POK കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭീകരവാദ കേന്ദ്രങ്ങൾ, തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. അപ്പോൾ പുലർച്ചെ 5 മണിക്കും 6 മണിക്കും വരുന്നത് ഏറ്റവും അനുയോജ്യമായ സമയം. പക്ഷേ ആ സമയത്തും ആക്രമിച്ചില്ല. കാരണം ആ സമയത്ത് നിസ്കരിക്കാനായിട്ട് കുറച്ച് പേർ പള്ളിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, ആളുകൾ ഉണർന്നിരിക്കാൻ സമയമുണ്ട്, ആ ഭാഗത്ത് ആക്രമണം നടത്തരുത്. അപ്പം ഇന്ത്യ ആ ചെയ്ത ആക്രമണത്തിന് പിന്നിലും എത്ര നല്ല നിരീക്ഷണമാണ് നടത്തിയത്, അങ്ങനെ വേണ്ടേ കരുതാൻ? തീർച്ചയായിട്ടും ഇന്ത്യയുടെ വലിയ കരുതലാണത്. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു മഹത്വം എത്ര സൂക്ഷ്മമായിട്ടാണ് അത് പാലിക്കുന്നത്. നമുക്കിപ്പോൾ എങ്ങനെ വേണമെങ്കിലും തിരിച്ചടിക്കാം. പാകിസ്ഥാനോട് പട്ടാപ്പകലല്ല, എങ്ങനെ വേണമെങ്കിൽ തിരിച്ചടിക്കാം. ഒന്നിപ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ എല്ലാ പിന്തുണയോടും കൂടി തീവ്രവാദികളെ പരിശീലിപ്പിച്ച് ആയുധങ്ങൾ കൊടുത്ത് ഇറക്കി വിട്ടതാണ്. എന്നിട്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ പട്ടാളത്തോടോ നമ്മുടെ ഉത്തരവാദപ്പെട്ട സൈനികരോടോ ഒന്നും അല്ല അവരാക്രമിക്കാൻ വന്നത്. നമ്മുടെ നാട് കാണാൻ വന്ന, നാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വന്ന സമാധാന പ്രേമികളായ നിരപരാധികളായ വിനോദസഞ്ചാരികളെയാണ് ആക്രമിച്ചത്. 27 പേരിൽ ഒരാൾ നേപ്പാളിയാന്ന് തോന്നുന്നു അല്ലേ? 26 പേര് ഇന്ത്യക്കാരാണ്. അപ്പോൾ ആ ആക്രമണത്തെ നമ്മൾ വിടാൻ ഒരു കാരണവശാലും പൊറുക്കാൻ പറ്റിയതല്ല. ഉടനെ തിരിച്ചടിക്കാവുന്നതേ ഉള്ളൂ. തിരിച്ചടിക്കുക മാത്രമല്ല, ആ പ്രദേശത്ത് എവിടുന്നാണോ തീവ്രവാദികൾ വന്ന ആ പ്രദേശം മുഴുവൻ ചുടലക്കളമാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും നമുക്കില്ല. അമേരിക്കക്ക് മീൻസ് പാകിസ്ഥാൻ ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ നമുക്ക് ആക്രമിക്കാൻ പറ്റും. പക്ഷെ അപ്പോഴും നമ്മൾ ആലോചിച്ചത് ദിവസങ്ങളോളം എടുത്തു കിട്ടും ആലോചിച്ചു നോക്കൂ. എനിക്ക് തോന്നുന്നു ഏപ്രിൽ 26-നല്ലേ അത്? ഏപ്രിൽ 22-നോ 22-ന് ആക്രമണം, പഹൽഗാം ആക്രമണം ഏപ്രിൽ 22-ന്. പക്ഷെ മെയ് 7 വരെ നമ്മൾ കാത്തിരുന്നതല്ല, ആവശ്യമായ ആലോചനകൾ നടത്തി കൃത്യമായി നമ്മൾ 2-3 കാര്യങ്ങൾ തീരുമാനിച്ചു. എവിടെ ആക്രമിക്കണം, ആരെയൊക്കെ ആക്രമിക്കണം. വേണമെങ്കിൽ ഇസ്ലാമാബാദിനെ ആക്രമിക്കാം, മാത്രമല്ല കറാച്ചി ആക്രമിക്കാം, പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ ആകെ ആക്രമിക്കാം. ആർക്ക് കൊടുക്കണം? അപ്പോൾ ഇന്ത്യയുടെ ഒരു സംസ്കാരം എന്താണ്? നിരപരാധികളെ പരമാവധി ഉപദ്രവിക്കാൻ പാടില്ല, സിവിലിയന്മാരെ ഉപദ്രവിക്കരുത്. യുദ്ധനീതിയുടെ പരമാവധിയാണ് നമ്മൾ പാലിച്ചത്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചത്, ആരെയാണോ നമ്മളെ ആക്രമിക്കാൻ പറഞ്ഞു വിട്ടത് അവൻ്റെ കേന്ദ്രങ്ങൾ തകർക്കുക. നമ്മളെ ആക്രമിക്കാൻ വന്നത് നേർക്ക് നേരെ ധൈര്യമില്ലാത്തതുകൊണ്ടും ഭീരുത്വം കൊണ്ടും ആയിരിക്കാം. പാകിസ്ഥാൻ പട്ടാളമല്ലല്ലോ വന്നത് ആരാണ്? അവരുടെ ചെല്ലും ചെലവിലും അവിടെ വേഷം മാറി ജീവിക്കുന്ന, എന്നാൽ പാകിസ്ഥാന് വേണ്ടി കൂലിപ്പണി എടുക്കുന്ന തീവ്രവാദികളാണ്. അവരുടെ താവളങ്ങളാകെ നിരപ്പാക്കാൻ 9 കേന്ദ്രങ്ങൾ ട്രേസ് ഔട്ട് ചെയ്തു. സമയമെടുത്തിട്ടുണ്ടാവും. ട്രേസ് ഔട്ട് ചെയ്തു 9 കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആക്രമിക്കുമ്പോൾ പോലും പാലിച്ച സൂക്ഷ്മതയാണ് ഇപ്പോൾ സിനുജി പറഞ്ഞത്. ഈ പറഞ്ഞ ഏത് സമയത്ത് ആക്രമിക്കാം. പകല് പോയി അവിടെ ആ കേന്ദ്രം ആക്രമിക്കുമ്പോൾ പോലും പകലായിരുന്നെങ്കിൽ ആ പരിസരത്തെ മുഴുവനും ബാധിക്കാം. ഡ്രോണ് പോയാലും മിസൈല് പോയാലും നമ്മൾ ഏത് തരത്തിൽ ആക്രമിച്ചാലും, വെടിവെച്ചാൽ പോലും ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ടാവും. അതില്ലാതിരിക്കാൻ ഒരു നിരപരാധിയെ പോലും ഉപദ്രവിക്കേണ്ടാന്ന് തീരുമാനിച്ചതിൻ്റെ ഒരു ആലോചിച്ച് നോക്കൂ. ശത്രുവിനോട് പോലും നമ്മൾ കാണിക്കുന്ന ഒരു വലിയ മനസ്സാണത്. ഇനി അതുകൊണ്ടാണ് രാത്രിയിൽ ഓപ്പറേഷൻ തീരുമാനിച്ചത്. രാത്രിയിൽ ഓപ്പറേഷൻ സാധാരണ പുലർച്ചെയാണ് ഏറ്റവും നല്ല സമയം. കാരണം ഏത് മനുഷ്യനും എല്ലാവരും ഉറങ്ങുന്നൊരു സമയം. പക്ഷേ അതും ഈ മുസ്ലിം കൾച്ചർ ഇന്ത്യയെ മാനിച്ചു. മുസ്ലിം സംസ്കാര പ്രകാരം ഈ പുലർച്ചെ 4:30 മണിക്കൊക്കെ സുബൈ നിസ്കാരം ഉണ്ടല്ലോ. സുബൈ നിസ്കാരത്തിന് പുലർച്ചെ എണീറ്റ് ആളുകൾ പള്ളിയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ആക്രമിച്ച ബഹൽപൂർ, മുരിത്കെ എന്നിവിടങ്ങളിലെ മുസ്ലിം സഹോദരങ്ങൾ പള്ളിയിൽ പോകുന്ന സമയമാണ്. അതുകൊണ്ട് ആ സമയത്ത് ആക്രമിക്കേണ്ടത്. അതെ, തീർച്ചയായിട്ടും വലിയ കരുതലാണത്. അവർ പുറത്തിറങ്ങും, അവർ പള്ളിയിലേക്ക് പോകും, തിരിച്ചു വരും. ആ സമയം കുറച്ച് ആക്റ്റീവാണ്. അതെ, അവർ നിരപരാധികളായിരിക്കും. അപ്പോൾ ഈ പാവങ്ങളായ ഭക്തന്മാർ ഒരിക്കലും നിരപരാധികളെ കൊല്ലാൻ പോകില്ലല്ലോ. അപ്പോൾ അവർ പോലും അറിയാതെ ആയിരിക്കും അവരുടെയൊക്കെ നാട്ടുംപുറങ്ങളിൽ ഇവർ ഒളിത്താവളം ഉണ്ടാക്കി കഴിഞ്ഞുകൂടുന്നത്. അവർക്ക് അമേരിക്കൻ ഈ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെയൊക്കെ ചെലവും ഒക്കെ ഉണ്ടാവും. വിദേശത്തെ തീവ്രവാദികളുടെ സഹായവും ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ പോലും പരിക്കേൽക്കരുത് എന്ന് തീരുമാനിച്ചുകൊണ്ടാണ്. പക്ഷെ സാധാരണ രീതിയിൽ അതുകൊണ്ട് ഇന്ത്യ കാണിച്ചൊരു വലിയ മാതൃകയാണത്.
അയൽപക്കത്തെ സാധുക്കളായ സാധാരണക്കാർക്ക് പരിക്കേൽക്കരുത്. അവർ മുസ്ലിങ്ങളാണ്, വിശ്വാസികളാണ് എന്നതുകൊണ്ട് ആ സമയത്ത് ഒട്ടും ചെയ്യേണ്ടതില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനു മുമ്പുള്ള ആരും സാധാരണഗതിയിൽ സാധാരണക്കാർ, സിവിലിയന്മാർ, സാധാരണ പൗരന്മാർ പുറത്തിറങ്ങാത്ത സമയം നോക്കി ആക്രമിക്കുന്നത്. വേണമെങ്കിൽ യുദ്ധത്തിൻ്റെ ഒരു പഴയ നിയമങ്ങളിലും അതുണ്ട്. അത് മറ്റൊരു തന്ത്രമാണ്. ഇപ്പോൾ അശ്വത്ഥാമാവിൻ്റെ ഒരു കഥ പറയാറില്ലേ, പാതിരാക്ക് ചെന്നിട്ട് ഈ ശത്രുവിൻ്റെ പാളയത്തിൽ കടന്നിട്ട് പ്രതികാരദാഹത്തോടെ ശത്രുക്കളെ വകവരുത്തുന്ന ഉറങ്ങിക്കിടക്കുന്ന പടയാളികളെ, അത് ഒരു യുദ്ധത്തിൽ മാത്രം നടപ്പാക്കാവുന്ന ഒരു നീതിയാണ്. നീതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. അത് ചോദിക്കുന്ന പോലെയാണ്. അതിപ്പോ സാധാരണ രീതിയിൽ നേർക്കുനേരെ നമ്മളെ ഏറ്റുമുട്ടണമെങ്കിൽ എങ്ങനെയാണ്? നമ്മുടെ ശത്രുവും കൂടി ഉണർന്നിരിക്കണം. അവന്റെ കൺമുമ്പിലേക്ക് നേരിട്ട് ചെല്ലണം, വാടാ എന്ന് വെല്ലുവിളിക്കണം. അങ്ങനെയുള്ള സാധാരണ ഒരു യുദ്ധം എന്ന് പറയുന്നത്. അതിന് പകരം ഉറങ്ങിക്കിടക്കുന്നവനെ ചെന്ന് ആർക്കും ആക്രമിക്കാം. അപ്പോൾ അങ്ങനെ യുദ്ധത്തിൻ്റെ ഒരു ഏർപ്പാടുണ്ട്. ആ ഏർപ്പാട് പോലും ഇപ്പോൾ ഇവരോട് അതിൻ്റെ ആവശ്യമില്ല. രണ്ട് കാര്യം കൊണ്ട്. ഒന്ന്, ഇവരോട് ഇപ്പോൾ പാകിസ്ഥാനിലെ തീവ്രവാദികളോട് ഇന്ത്യക്ക് അങ്ങനെ ഏർപ്പാടെടുക്കേണ്ട കാര്യമില്ല. കാരണം നേർക്കുനേരെ വെല്ലുവിളിച്ചാൽ തന്നെ വകവരുത്താവുന്നതേ ഉള്ളൂ അവരെ. പക്ഷെ അത് ചെയ്യാതിരുന്നത് ഒരു പ്രത്യേകമായ കാരണം കൊണ്ടാണ്. ആ കാരണങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ ഇരുട്ടിൽ പോലും ദൃശ്യങ്ങൾ പകർത്താൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിവുണ്ടെന്ന് പൂർണ്ണ വിശ്വാസം സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ പറയുകയാണ്. അപ്പോൾ ഇന്ത്യൻ സൈന്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കര, വ്യോമ, നാവികസേനയാണെങ്കിലും ഈ മൂന്ന് സൈന്യത്തിലും എപ്പോൾ വേണമെങ്കിലും ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ആക്രമണം നടത്താം. അപ്പോൾ നമുക്ക് കരസേനയെ ആക്രമണം നടത്തി, വ്യോമസേനയും ആക്രമണം നടത്തി. പക്ഷേ നമ്മുടെ നേവി പരീക്ഷിക്കപ്പെട്ടില്ല. നേവൽ വിങ് ലാഹോറിനെ ലക്ഷ്യമാക്കി തയ്യാറായി നിൽക്കുകയായിരുന്നു. ഒരു പക്ഷേ ആക്രമണത്തിന് തൊട്ട് മുമ്പ് ഒരു മെസ്സേജ് വന്നിട്ട് ആ മിഷനെ അബോർട്ട് ചെയ്യാണ്. കാരണം മതി, ഇത്രത്തോളം ആക്രമണം മതി. അത് ഈ നൂർഖാൻ എയർപോർട്ട് ഉണ്ടല്ലോ, അവരുടെ ആ അമേരിക്കൻ ബേസ് ഉണ്ടായിരുന്നു, അവിടേക്ക് ആക്രമണം നടത്തിയപ്പോൾ അമേരിക്ക പേടിച്ചു, അതുകൊണ്ട് അവരിടപെട്ടു എന്നൊക്കെയാണ്. അപ്പോൾ ഈ പറയുന്ന സമയത്ത് ഇപ്പം മെയ് 7 തിരഞ്ഞെടുക്കാനുള്ള കാരണം, അന്ന് ചെറിയ മഴയുണ്ട്, എന്നാൽ ഏതാണ്ട് ഒരു പൂർണ്ണമായ വെളിച്ചം നമുക്ക് ലഭിക്കുന്നു, തെളിഞ്ഞ ആകാശമാണ്. ഇതുകൂടി കണ്ടിട്ടാണ് നമ്മൾ ആക്രമണം നടത്തിയത്. ഒപ്പം ആ സമയത്ത് നിരപരാധികളായ പാകിസ്ഥാൻകാരെ കൊന്നൊടുക്കേണ്ടതെന്ന് ഇന്ത്യ തീരുമാനിക്കുന്നു. അപ്പം നമ്മൾ ഈ ഏപ്രിൽ 22 ആക്രമണം നടത്തി മെയ് 7 വരെ കാത്തിരുന്നത് അനുയോജ്യമായ സമയം വരട്ടെ എന്നാണ്. അന്ന് ആക്രമിച്ചപ്പോഴും അവരുടെ സൈനിക പരിശീലന കേന്ദ്രങ്ങൾ, തീവ്രവാദ ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രം അറ്റാക്ക് ചെയ്തു. എന്തുകൊണ്ട് ഈ സിവിലിയൻസ് തിങ്ങിപ്പാർക്കുന്ന നിലയിലേക്ക് നമ്മളൊരു ആക്രമണം നടത്തില്ല? കാരണം നമ്മുടെ നാട്ടിലും നിരപരാധികളല്ലേ കൊല്ലപ്പെട്ടത്. തീർച്ചയായിട്ടും അതുകൊണ്ടുണ്ടായ ഒരു ഗുണം, നിരപരാധികളെ കൊന്നതിന് പകരം നിരപരാധികളെ കൊല്ലുന്ന രീതി നമ്മുടേതല്ല. അതാണ് ഇന്ത്യ തെളിയിച്ചത്, നമ്മുടെ സംസ്കാരമല്ല. അതുകൊണ്ടുകൂടി ആയിരിക്കണം. ഞാൻ കേട്ടത്, ഞാൻ ചില മാധ്യമങ്ങളിൽ കണ്ടത്, പാകിസ്ഥാൻ ജനതയും പാകിസ്ഥാനിലെ ജീനിയസുകൾ, പാകിസ്ഥാൻ മീഡിയ, അത് മാത്രമല്ല പാകിസ്ഥാനിലെ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ തന്നെ വലിയ സമ്മർദ്ദം പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ പേരിൽ ചെലുത്തിയെന്നാണ്. വെറുതെ അല്ല സിനുജി, 3-ാം ദിവസം വന്ന് കീഴടങ്ങിയില്ലേ? ആരെങ്കിലും പറഞ്ഞിട്ടാണോ? നിങ്ങൾ ഒത്തുതീർപ്പിന് വഴങ്ങണം എന്ന് ആരെങ്കിലും പറഞ്ഞോ? ആരെങ്കിലും മധ്യസ്ഥന്മാർക്ക്, എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ട്രംപ് വന്ന് പറഞ്ഞു എന്നല്ലാതെ ആരെങ്കിലും പറഞ്ഞോ? ഏകപക്ഷീയമായി അവർക്ക് മനസ്സിലായി ഇത് ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു നിൽക്കാൻ പോലും പറ്റില്ല. ഇന്ത്യ നടത്തിയ ഈ മാതൃകാപരമായ നീക്കം ഉണ്ടല്ലോ, എത്ര ഒരാൾക്കും ഒരു കുറ്റവും പറയാനില്ലാത്ത രീതിയിലാണ്. അത് തീർച്ചയായിട്ടും പാകിസ്ഥാൻ പൗരന്മാർക്ക് പോലും ആ ബോധ്യം ഉണ്ടാവും. ഞങ്ങളെപ്പോലും ഉപദ്രവിച്ചില്ലല്ലോ, ആരാണോ അവരെ പോയി ഉപദ്രവിച്ചത് അവരെ മാത്രമല്ലേ അവർ ഉപദ്രവിച്ചുള്ളൂ എന്ന് പറയാൻ പാകിസ്ഥാൻ ജനതയെ പോലും നിർബന്ധിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക്, സാംസ്കാരികമായ ഔന്നത്യം നമ്മൾ യുദ്ധത്തിൽ പോലും കാണിച്ചു. നമ്മളെപ്പോഴും അത് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ആറ്റം ബോംബ് ഉണ്ടാക്കിയപ്പോൾ പോയി പറഞ്ഞു, നമ്മുടെ പ്രധാനമന്ത്രി നേരിട്ട് പോയി പറഞ്ഞു, ദേ ഞങ്ങളുടെ കയ്യിൽ ആറ്റം ബോംബുണ്ട്, അത് നിങ്ങളെ പേടിപ്പിക്കാനൊന്നുമല്ല, ഞങ്ങളുടെ ആത്മവിശ്വാസത്തിനാണ്. നിങ്ങളും ആറ്റം ബോംബ് ഉണ്ടാക്കിക്കോളൂ. അന്ന് ഉണ്ടാക്കിയ സമയത്താണ്. ഉണ്ടാക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. പക്ഷേ അതൊക്കെ ഒരു രാജ്യത്തിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ കരുതൽ ശേഖരത്തിൽ വെക്കാമെന്നല്ലാതെ പരസ്പരം ആർക്കെങ്കിലും ഏതെങ്കിലും രാജ്യത്തെ അന്യായമായി പ്രകോപിപ്പിക്കാനോ ഉപദ്രവിക്കാനോ അല്ല കേട്ടോ. ഈ അടിസ്ഥാന ധാരണ നിങ്ങൾ എപ്പോഴെങ്കിലും മറന്നാൽ ഞങ്ങളും മറക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് വാജ്പേയി പോകുന്നത്. പിന്നെ പ്രയോഗിച്ചിട്ടില്ല. ഇന്ത്യക്ക് നേരെ ആണവായുധം ഇന്നോളം പ്രയോഗിച്ചിട്ടില്ല. ഇപ്പം അവരുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ടെന്നാണല്ലോ പറഞ്ഞാൽ. അവർ 98 മുതൽ അവരുടെ കയ്യിലുണ്ടെന്നല്ലേ പറയണത്. എന്തേ എന്നാ പിന്നെ പാകിസ്ഥാന്റെ അതിർത്തി കടന്നു കയറിയിട്ട് ഏതാനും ഭീകരമായ ആക്രമണം നടത്തിയിട്ട് ലക്ഷ്യം കൃത്യമായിട്ട് നേടി പോന്നല്ലോ. എന്നിട്ട് അവർക്ക് വേണ്ടി ഫ്യൂണറൽ, ആർക്ക്? ഈ ഭീകരവാദിക്ക് വേണ്ടി ഫ്യൂണറൽ, അവർക്ക് ദേശീയ ബഹുമതി, സൈനിക മേധാവിയും ഗവർണറും ഒക്കെ പങ്കെടുത്തല്ലോ അവിടുത്തെ. എന്നിട്ട് ഔദ്യോഗികമായ ബഹുമതികളോടൊക്കെ നടത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥന, കൂട്ടപ്രാർത്ഥന, വിലാപം, ഇവര് വീരശുഹതാക്കളാണ്, രാജ്യത്തിന് വേണ്ടി മരിച്ചവരാണ്, രക്തസാക്ഷികളാണ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. തിരിച്ചടിക്കാൻ എന്താ തോന്നായിരുന്നത്? അത് ഇന്ത്യയുടെ ഒരു കരുത്ത് മനസ്സിലാക്കിയിട്ടാണ്. ഇന്ത്യയുടെ കരുത്താണ്. ഇന്ത്യ ഈ കാണിക്കുന്ന സംസ്കാരം ഉണ്ടല്ലോ,
ആത്മവിശ്വാസം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അന്തസ്സോടെ പെരുമാറുക. ആത്മവിശ്വാസമില്ലാത്ത ഭീരുക്കളാണ്. അറിയില്ലേ, ഭീരുത്വത്തിൻ്റെ ആദ്യത്തെ അടയാളം തെറി പറയുന്നുള്ളതാണ്. തെറി പറയുന്നവൻ ആരാണ്? ദുർബലനാണ്. ശക്തൻ ഒരിക്കലും തെറി പറയില്ല, അവൻ അന്തസ്സോടെ പെരുമാറുകയുള്ളൂ. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം പാകിസ്ഥാൻകാർക്കും മനസ്സിലായി, ലോകത്തിന് മനസ്സിലായി. മാത്രമല്ല അമേരിക്കൻ താവളം തൊട്ടടുത്തുണ്ട് എന്ന് കണ്ടുകൊണ്ട് അപ്പുറത്തേക്ക് ഈ ബോംബിൻ്റെ ഈ ആക്രമണത്തിൻ്റെ മണം കിട്ടുന്ന തരത്തിൽ ആക്രമണം നമ്മൾ നടത്തി. അപ്പോൾ അമേരിക്കയുടെയും സമ്മർദ്ദം വന്നിട്ടുണ്ടാവും, വേണ്ടാത്ത പണിക്ക് പോകണ്ട കേട്ടോ എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടാവും. നമ്മളോട് പറഞ്ഞിട്ടില്ല. നമുക്കൊരു ഫോൺ കോൾ പോലും ട്രംപിൻ്റേതായി വന്നിട്ടില്ല. ഞങ്ങൾ വന്ന ആരുടെയൊക്കെയോ കോളുകൾ വന്നത് ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ അതാണ് വളരെ കൃത്യമാണ്. ഇന്ത്യയുടെ സംസ്കാരത്തിന് കിട്ടിയ അംഗീകാരം കൂടിയാണ് പെഹൽഗാം ഈ ആക്രമണത്തെ തുടർന്ന് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പരിസമാപ്തി. 3 ദിവസം സമർത്ഥമായി. മാത്രമല്ല ഇന്ത്യൻ നേവിക്ക് അനങ്ങേണ്ടി വന്നില്ല. എന്നുവെച്ചാൽ ഒരു കടലാക്രമണം നടത്താനുള്ള ശേഷി പോലും ഇല്ലാത്ത വിധം പാകിസ്ഥാൻ ഗവൺമെൻറ് തകർന്നു പോയി എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സൗദി അറേബ്യയെ കൊണ്ട് ചെന്നിട്ട് നിങ്ങളൊക്കെ നോക്കി നിന്നില്ലേ, ഞങ്ങൾ കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ, ഞങ്ങളെ നെഞ്ചത്ത് ഇന്ത്യ അടിച്ചപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളെ അടിച്ചാൽ നിങ്ങളെയും അടിച്ചതായിട്ട് നിങ്ങളും നിങ്ങളും ഇസ്ലാമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ചു പോകുന്നല്ലോ. അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന കാരണം ഇതാണ്. ഈ അനിൽ ചൗഹാൻ എന്ന് പറയുന്ന സംയുക്ത സൈനിക മേധാവി പറയുന്നതിൽ നിന്ന് ഒരു കാര്യം കൂടി വായിച്ചെടുക്കണം. കാരണം ഇനി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരെയെങ്കിലും ഞങ്ങളുടെ അതിർത്തി കടത്തി വിടുകയോ ഞങ്ങൾക്കെതിരെ പ്രകോപനപരമായ നിലപാടെടുക്കുകയോ ചെയ്താൽ അതൊരു യുദ്ധപ്രഖ്യാപനമായി കാണും. ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ. ഇപ്പോൾ അനിൽ ചൗഹാൻ ഈ പറയുന്നതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനിയും ഇത്തരമൊരു നീക്കം നടത്തിയാൽ ഞങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ താൽക്കാലികമായി നിർത്തിയതേ ഉള്ളൂ, ഇത് തുടർന്നാൽ ഇതുപോലെ പുലർച്ചെയായിരിക്കാം, അല്ലെ ഇതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരിക്കാം ആക്രമണം നടത്തുന്നത്. അപ്പോൾ പാക്കികളെ നിങ്ങൾ കരുതിയിരുന്നുള്ളൂ, ഓപ്പറേഷൻ സിന്ദൂർ 2 അത് താമസിയാതെ തന്നെ വരും, അല്ലേ? അതെ, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണത്. അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം അവരോട്. അത് ആവശ്യമില്ലാത്ത ആത്മഹത്യാപരമായ നീക്കങ്ങൾക്ക് ഇനി മുതിരേണ്ടതില്ല എന്ന് തന്നെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ആ പ്രഖ്യാപനം അത് സമാധാനത്തിന് വേണ്ടിയുള്ള ഒരിക്കലും അവസാനിക്കാത്ത ഒരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.